ഹലോ ഫ്രണ്ട്സ്, ഐക്കൺസ് മീഡിയ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഫോണിൽ വീഡിയോ എടുക്കുന്നവരാണല്ലേ. ഒരു മിനിറ്റത്തെയോ അല്ലെങ്കിൽ 2 മിനിറ്റത്തെയോ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതൊരു 100 MB 200 MB അല്ലെങ്കിൽ 300 400 MB ഒക്കെ ആയിരിക്കും ആ ഒരു വീഡിയോയുടെ സൈസ് വരുന്നത്. ഇങ്ങനെ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഏകദേശം തീരാറാവുകയും ചെയ്യുമല്ലേ. ചില വീഡിയോ ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല, എന്നാൽ സ്റ്റോറേജ് ഫുൾ ആവുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്, ചില വീഡിയോകളൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പം അതിൻ്റെ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. VideoCompressor എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 4.6 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു വീഡിയോ ടു MP3 കൺവേർട്ടർ ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു വീഡിയോ കംപ്രസർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ, അതായത് ഒരു 500 MB ഉള്ള വീഡിയോ ആണെന്നിരിക്കട്ടെ, ആ ഒരു വീഡിയോ നമുക്കതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമുക്കൊരു 100 MB താഴെ സൈസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്തെടുക്കുന്ന വീഡിയോകളുടെ ക്വാളിറ്റി അതിൻ്റെ ഒറിജിനൽ ഫയൽ പോലെ തന്നെ ആയിരിക്കും, ഒട്ടും തന്നെ കുറയില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ വീഡിയോയുടെ സൈസ് അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാണ്ട് തന്നെ വളരെ കുറഞ്ഞ സൈസിലേക്ക് നമുക്ക് കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് അത് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറയാതെ സൈസ് കുറച്ച് കംപ്രസ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പം ഒരു പരസ്യം നമുക്ക് കാണാം, അത് ഓട്ടോമാറ്റിക്കായി പോയിക്കോളും. ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ നമ്മൾ ട്രിം ആൻഡ് കംപ്രസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ കാണാം. അതാണ് നമ്മൾ നമ്മുടെ വീഡിയോകളുടെ ക്വാളിറ്റി കുറയാണ്ട് കംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്ഷൻ ബാച്ച് കംപ്രഷൻ എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ്, അതായത് ഒന്നിൽ കൂടുതൽ വീഡിയോകൾ നമുക്ക് ഒരുമിച്ച് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി താഴെയായിട്ട് നമുക്ക് വീഡിയോ ടു MP3 അല്ലെങ്കിൽ കൺവേർട്ട് ടു MP4 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അതായത് നമ്മുടെ കയ്യിലുള്ളൊരു വീഡിയോ അതിൻ്റെ വിഷ്വൽസ് കളഞ്ഞ് ഓഡിയോ മാത്രമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ്. ഇനി ഏറ്റവും താഴെയായിട്ട് വീഡിയോ ഫയൽ, ഓഡിയോ ഫയൽ എന്ന് കാണാം. ആ 2 ഓപ്ഷൻസും നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് എടുത്തിട്ടുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അത് സേവ് ആയി കിടക്കുന്ന 2 ഓപ്ഷൻസുകളാണ്. നമുക്കിനി ട്രിം ആൻഡ് കംപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫോണിലുള്ള ഫോൾഡറുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു, അതിൽ നിന്നും ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയുടെ MB നിങ്ങൾക്ക് ഇവിടെ കാണാം, 263 MB ഉണ്ട്. ആ ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഇങ്ങനെ ഒരു പരസ്യം കാണാം. കാരണം ഈ ഒരു ആപ്ലിക്കേഷന് പ്രോ വേർഷൻ ഉണ്ട്, അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ച് കഴിയുമ്പം ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സുകളും കൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പരസ്യം നമ്മൾ കാണേണ്ടി വരും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തികച്ചും സൗജന്യമായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് പരസ്യങ്ങൾ നമ്മൾ കാണേണ്ടി വരിക. സോ വീണ്ടും നമ്മൾ ആ ഒരു വീഡിയോ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെയായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ റെസല്യൂഷൻ 720p വേണ്ടത്, 960p അതോ 1080p ഇനി അതോ അല്ല ഒറിജിനലിൽ തന്നെയാണോ വേണ്ടത് എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 200 സംതിങ് MB ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോ എനിക്ക് 97 MB സൈസിലേക്ക് ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് മുകളിലുള്ള 1080p അല്ലെങ്കിൽ 960 720p ആണെങ്കിൽ 10 MB 200 MB ഉണ്ടായിരുന്ന വീഡിയോ 10 MB എനിക്ക് കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വീഡിയോയുടെ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. പക്ഷെ താഴെ കാണുന്ന ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി ഒട്ടും തന്നെ കുറയില്ല. സോ ഞാനിവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇവിടെ വീണ്ടും ഒരു പരസ്യം വരും. ജസ്റ്റ് ബാക്ക് പോവുക, വീണ്ടും ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു പരസ്യം കൂടെ നിങ്ങൾ കാണേണ്ടി വരും. വീണ്ടും ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷനിൽ ഒന്ന് ടാപ്പ് ചെയ്യുക.
ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സേവ് ടു ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഇപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ 1% കംപ്രസ് ആയിട്ടുണ്ട്. അങ്ങനെ 100% ആകുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ കംപ്രസ് ആയി കഴിയും. നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കംപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഈ ഒരു ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കായി കംപ്രസ് ആയിക്കോളും. നമുക്ക് നമ്മുടെ ഫോൺ അല്ലാണ്ട് ബാക്കി ഉപയോഗങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ 50% കംപ്രസ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കംപ്രസ് ചെയ്യുന്ന ആ സമയം എടുക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ കംപ്രസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 263 MB ഉണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് താഴെ കാണാം 98 MB ആയിട്ട് ഒറിജിനൽ ക്വാളിറ്റിയിൽ, അതായത് നമ്മുടെ ഒറിജിനൽ ഫയലിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നോ അതേ ക്വാളിറ്റി തന്നെ, ഒരു ക്വാളിറ്റി വ്യത്യാസവും ഇല്ലാണ്ട് സെയിം ക്വാളിറ്റി തന്നെ സൈസ് കുറഞ്ഞ് 98 MB സൈസ് കുറഞ്ഞ് നമുക്ക് ഇപ്പം നമ്മുടെ വീഡിയോ കംപ്രസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് വീഡിയോ വേണമെങ്കിലും, അത് എത്ര സൈസ് ഉള്ളതാണെങ്കിലും 1 GB 2 GB 3 GB എത്ര സൈസുള്ള വീഡിയോ ആണെങ്കിലും ഇതുപോലെ വളരെ കുറഞ്ഞ MB തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ്, അത് കൂടുതലും നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാകാൻ കാരണം ഇതുപോലുള്ള വീഡിയോകളായിരിക്കാം. 1 മിനിറ്റത്തേക്ക് ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ 300-400 MB ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഇതുപോലെ തന്നെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ, അതായത് ഒരു 90-100 MB നമുക്ക് കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലൊക്കെ ചില വീഡിയോകൾ നമ്മൾ അയച്ചു കൊടുക്കാൻ നോക്കുമ്പം ഇതിൻ്റെ സൈസ്, വീഡിയോയുടെ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് വാട്സപ്പിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് വീഡിയോയുടെ സൈസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും, എത്ര ലെങ്തി ആയിട്ടുള്ള ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് വാട്സപ്പിലൂടെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ stay tuned for IconzMediaHub. Thank you.